everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 30th lecture on the subject Recovery and Refund of Income Tax, which is a subject for semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about deduction of tax on interest other than interest on securities, which comes under section 194A of Income Tax Act 1961. And in this lecture, we are going to continue with the same topic, and that is deduction of tax on interest other than interest on securities. No deduction of tax from the following interest income. ഏതൊക്കെ ഇൻട്രസ്റ്റ് ഇൻകത്തിലാണ് TDS ആപ്ലിക്കബിൾ ആകാത്തത്? ഇൻ കേസ് ഓഫ് ഇൻട്രസ്റ്റ് അതർ ദാൻ സെക്യൂരിറ്റീസ്. ആ ഒരു കേസിൽ ഏതിലൊക്കെയാണ് TDS ആപ്ലിക്കബിൾ ആകാത്തത് എന്നുള്ളതായിരുന്നു നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ 2 നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്കിനി ബാക്കി നോക്കാം. And the third one is where such income is credited or paid to any bank, any cooperative society engaged in carrying on the business of banking, any financial corporation, Life Insurance Corporation of India, Unit Trust of India, any company or cooperative society carrying on the business of insurance and such other institution as may be notified in this behalf by the central government. അതായത് ഈ ഒരു ഇൻട്രസ്റ്റ് അതർ ദാൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ക്രെഡിറ്റ് ചെയ്യുകയോ പേ ചെയ്യുകയോ ചെയ്യുന്നത് ഒരു ബാങ്കിനോ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കോ ആണ്. ആൻഡ് ദേ ആർ എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് ബാങ്കിങ്. അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ കോർപ്പറേഷനോ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കോ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിക്കോ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കോ ആണ്. ആൻഡ് ദേ ആർ ക്യാരിങ് ദ ബിസിനസ് ഓഫ് ഇൻഷുറൻസ്. അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഈ ബിഹാഫിൽ നോട്ടിഫൈ ചെയ്യുന്ന ഇങ്ങനെയുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനോ ആണെങ്കിൽ ദർ വിൽ ബി നോ TDS ആപ്ലിക്കബിൾ അല്ല അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ഇൻകത്തിൽ. ഓക്കെ, ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് പേ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് ഇൻകം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഓർ പെയ്ഡ് ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി അതർ ദാൻ എ കോപ്പറേറ്റീവ് ബാങ്ക് ടു എ മെമ്പർ ദെയർ ഓഫ് ഓർ ടു എനി അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് ഒരു കോപ്പറേറ്റീവ് ബാങ്ക് അല്ലാത്ത ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു മെമ്പറിനോ അല്ലെങ്കിൽ മറ്റൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്കോ പേ ചെയ്യുകയോ ക്രെഡിറ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഇൻട്രസ്റ്റിന് TDS ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻട്രസ്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഡെപ്പോസിറ്റ്സ് മെയ്ഡ് അണ്ടർ എനി സ്കീം ഫ്രെയിംഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. അതായത് സെൻട്രൽ ഗവൺമെൻറ് ഫ്രെയിം ചെയ്ത ഏതെങ്കിലും ഒരു സ്കീം പ്രകാരം നടത്തിയിട്ടുള്ള ഡെപ്പോസിറ്റ്സിന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ഇൻകം, ആ ഒരു ഇൻട്രസ്റ്റ് ഇൻകത്തിന് TDS ആപ്ലിക്കബിൾ അല്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻട്രസ്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഡെപ്പോസിറ്റ്സ് അതർ ദാൻ ടൈം ഡെപ്പോസിറ്റ്സ് വിത്ത് എ ബാങ്കിങ് കമ്പനി. ഒരു ബാങ്കിങ് കമ്പനിയിൽ ടൈം ഡെപ്പോസിറ്റ് അല്ലാതെയുള്ള ഡെപ്പോസിറ്റിന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ഇൻകം, ആ ഒരു ഇൻട്രസ്റ്റ് ഇൻകത്തിന് TDS ആപ്ലിക്കബിൾ അല്ല. ആൻഡ് ദെൻ ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് അണ്ടർ ദ വേരിയസ് ഡയറക്റ്റ് ടാക്സ് ലോസ്. അതായത് ഡയറക്റ്റ് ടാക്സ് ലോസ് പ്രകാരം സെൻട്രൽ ഗവൺമെൻറ് പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ്, അതിനും TDS ആപ്ലിക്കബിൾ അല്ല. ആൻഡ് ദെൻ ഇൻട്രസ്റ്റ് വിച്ച് ഈസ് ഹോളി എക്സെംപ്റ്റ് സച്ച് ആസ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് ഇൻ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് ഇൻ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അതുപോലെയുള്ള ഹോളി എക്സെംപ്റ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്, അതിനും TDS ആപ്ലിക്കബിൾ അല്ല. ദെൻ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഓർ പെയ്ഡ് ബൈ എ ഫേം ടു ഇറ്റ്സ് പാർട്ട്നേഴ്സ്. ഒരു ഫേം അതിൻ്റെ പാർട്ട്നേഴ്സിന് പേ ചെയ്യുകയോ ക്രെഡിറ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഇൻട്രസ്റ്റ്, ആ ഒരു ഇൻട്രസ്റ്റ് ഇൻകത്തിലും TDS ആപ്ലിക്കബിൾ അല്ല. ദെൻ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഓർ പെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ്, ഇനി പറയുന്ന ഇൻട്രസ്റ്റുകൾക്കും TDS ആപ്ലിക്കബിൾ അല്ല. ഡെപ്പോസിറ്റ്സ് വിത്ത് എ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ഓർ എ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ഓർ എ കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക് ഓർ എ കോപ്പറേറ്റീവ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്. അതായത് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയിലോ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയിലോ കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്കിലോ കോപ്പറേറ്റീവ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കിലോ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതിന് ഇൻട്രസ്റ്റ് ഇൻകം റിസീവ് ചെയ്യുന്നു. ആ ഒരു ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് ഇൻകം റിസീവ് ചെയ്യുകയാണെങ്കിൽ TDS is not applicable on such interest income. And then deposits other than time deposits with a cooperative society other than a cooperative society or banks mentioned in A above which are engaged in carrying on the business of banking.
അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ടുള്ള ഡെപ്പോസിറ്റ്സിന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ഇൻകം. ആ ഡെപ്പോസിറ്റ്സിൻ്റെ കൂട്ടത്തിൽ ടൈം ഡെപ്പോസിറ്റ്സ് വരത്തില്ല. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, ആ കോപ്പറേറ്റീവ് സൊസൈറ്റി ബിസിനസ് ഓഫ് ബാങ്കിങ് ബിസിനസ്സാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ടുള്ള ടൈം ഡെപ്പോസിറ്റ്സ് അല്ലാത്ത ഡെപ്പോസിറ്റ്സിന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ഇൻകം. ആൻഡ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്കോ കോപ്പറേറ്റീവ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കോ വരത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ ഈ രണ്ടെണ്ണം ഒഴികെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിച്ച് ഈസ് ക്യാരീഡ് ദ ബിസിനസ് ഓഫ് ബാങ്കിങ് ആണ് ആ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ദെൻ അവിടെയുള്ള ടൈം ഡെപ്പോസിറ്റ്സ് അല്ലാതെയുള്ള ഡെപ്പോസിറ്റ്സിന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ഇൻകം, ആ ഒരു ഇൻട്രസ്റ്റ് ഇൻകത്തിൽ TDS ആപ്ലിക്കബിൾ അല്ല. And then interest on the compensation amount awarded by the Motor Accidents Claims Tribunal, where the amount of interest or the aggregate of the amounts of such interest paid during the financial year does not exceed rupees 50,000. അതായത് മോട്ടോർ ആക്സിഡൻസ് ക്ലെയിംസ് ട്രിബ്യൂണൽ അവാർഡ് ചെയ്യുന്ന കോമ്പൻസേഷൻ എമൗണ്ടിന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ്, ആ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് or the aggregate of the amounts of such interest paid during the financial year, ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ആ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അഗ്രഗേറ്റ് ഓഫ് ദ എമൗണ്ട്സ് ഓഫ് സച്ച് ഇൻട്രസ്റ്റ് പെയ്ഡ് എന്ന് പറയുന്നത് 50,000 റുപ്പീസിനെ എക്സീഡ് ചെയ്യുന്നില്ല എങ്കിൽ TDS ആപ്ലിക്കബിൾ അല്ല ഈ ഒരു ഇൻട്രസ്റ്റ് ഇൻകത്തിൽ. ഓക്കെ. ആൻഡ് ദെൻ interest credited on the compensation amount awarded by the Motor Accidents Claims Tribunal. മോട്ടോർ ആക്സിഡൻസ് ക്ലെയിംസ് ട്രിബ്യൂണൽ അവാർഡ് ചെയ്യുന്ന കോമ്പൻസേഷൻ എമൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ടിന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ക്രെഡിറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് എമൗണ്ടിനും TDS ആപ്ലിക്കബിൾ അല്ല. Income paid or payable by an infrastructure capital company or infrastructure capital fund or a public sector company or a scheduled bank in relation to a zero coupon bond issued on or after 1/6/2005 by it. അതായത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ക്യാപിറ്റൽ കമ്പനിയോ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ക്യാപിറ്റൽ ഫണ്ടോ ഒരു പബ്ലിക് സെക്ടർ കമ്പനിയോ ഒരു ഷെഡ്യൂൾഡ് ബാങ്കോ 1/6/2005 ആ ദിവസമോ അതിനുശേഷമോ അവർ ഇഷ്യൂ ചെയ്ത ഒരു സീറോ കൂപ്പൺ ബോണ്ട് റിലേറ്റഡ് ആയിട്ട് പേ ചെയ്യുകയോ പേബിൾ ആകുകയോ ചെയ്യുന്ന ഇൻകം, ആ ഒരു ഇൻകത്തിനും TDS ആപ്ലിക്കബിൾ അല്ല. ദെൻ ഇൻട്രസ്റ്റ് ഇൻകം പേബിൾ ബൈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ടു എ ബിസിനസ് ട്രസ്റ്റ്. ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിള് ബിസിനസ് ട്രസ്റ്റിന് പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഇൻകം, ആ ഒരു ഇൻട്രസ്റ്റ് ഇൻകത്തിനും TDS ആപ്ലിക്കബിൾ അല്ല. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ടുള്ളതും സ്പെസിഫിക് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് കമ്പനീസ്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഡിഡക്ഷൻ ഓഫ് ടാക്സ് ഓൺ ഇൻട്രസ്റ്റ് അതർ ദാൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. താങ്ക് യു ഓൾ.